വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ വളരെ സ്നേഹപൂർവം ഗൗരവപൂർവം അള്ളാഹു വിശ്വാസികളെ അഭിസംബോധന ചെയ്ത രീതിയാണ് യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വാസികളെ. ഈ വിളി കേൾക്കുമ്പോഴേക്ക് തന്നെ വിശ്വാസികളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു ഉണർവുണ്ടാകും. ഞങ്ങളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോരുന്ന ലോകരക്ഷിതാവായ ഞങ്ങളുടെ റബ്ബാണല്ലോ ആ വിളിക്കുന്നത്. അതുകൊണ്ട് ആ വിളിയിൽ വളരെയേറെ ഗൗരവതരമായ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്നതിനാൽ ഞങ്ങൾ അതിലേക്ക് ഞങ്ങളുടെ കണ്ണും കാതും കൽബും ഒരുപോലെ കേന്ദ്രീകരിച്ചുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് വിശ്വാസിയുടെ മനസ്സിൽ ഒരു ഉൾവിളിയുണ്ടാവുന്ന കൃത്യമായ വിളിയാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന അള്ളാഹുവിൻ്റെ ആ വിളി. വിശ്വസിച്ചവരെ, വിശ്വാസം ഹൃദയത്തിൽ ഉൾക്കൊണ്ടവരെ, നിങ്ങളോടെനിക്ക് പറയാനുള്ളത് എന്താണ്? അപ്പോൾ വിശ്വാസികൾ അതിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന് പറയാനുള്ളത്? ലാ തത്തബിഉ, നിങ്ങൾ പിൻപറ്റരുത്. ഇത്തബഅ എന്ന് പറഞ്ഞാൽ പിൻപറ്റി എന്നാണ് അർത്ഥം. ധാരാളമായി നമ്മൾ കേൾക്കുന്നൊരു പ്രയോഗമാണത്. ഇത്തിബാഴ് എന്ന് കേൾക്കാത്ത മുസ്ലിമീങ്ങൾ ഉണ്ടാവില്ല. ഇത്തിബാഴ്, പിന്തുടരൽ, അള്ളാഹുവിൻ്റെ റസൂലിനെ പിന്തുടരൽ. ഇത്തിബാഉർ റസൂൽ, ഇത്തിബാഉ സുന്ന എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ധാരാളമായി നമ്മൾ കേൾക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ പിന്തുടരണം, വിശുദ്ധ ഖുർആനിനെ പിന്തുടരണം, സച്ചരിതരായ ആളുകളെ പിന്തുടരണം എന്നൊക്കെ നമ്മൾ ധാരാളമായി പറയുന്നവരും കേൾക്കുന്നവരുമാണ്. എന്നാൽ ഇവിടെ അള്ളാഹു ലാ തത്തബിഉ എന്നാണ് പറയുന്നത്. വിശ്വാസികളെ, നിങ്ങൾ പിന്തുടരരുത്, നിങ്ങൾ ഫോളോ ചെയ്യരുത്, നിങ്ങൾ പിൻപറ്റരുത്. ലാ തത്തബിഉ, ഇത്തബഅ അതാണ് അതിൻ്റെ മാദി. യത്തബിഉ അതിൻ്റെ ഫ്യൂച്ചർ, മുളാരിഅ്. ഇത്തബിഉ അതിൻ്റെ അംറ്, ഓർഡർ. ലാ തത്തബിഉ അതിൻ്റെ നഹി, വിരോധക്രിയയാണ്. ലാ തത്തബിഉ, വിശ്വാസികളെ ഒന്നടങ്കം എല്ലാവരോടുമുള്ള അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ്, ഉപദേശമാണ്. ലാ തത്തബിഉ, നിങ്ങൾ പിൻപറ്റരുത്. എന്തിനെ പിൻപറ്റരുത്? ഖുതുവാത്തി ശൈത്താൻ, പിശാച്ചിൻ്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിൻപറ്റരുത്. ഖുതുവാത്ത് എന്ന് പറഞ്ഞാൽ ഖുതുവത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഖുതുവാത്ത്. ഖുതാ എന്നും അതിന് ബഹുവചനമുണ്ട്. ഖുതുവത്ത് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഹിയ മാ ബൈനൽ ഖദമൈനി എന്നാണ് അതിന് ഭാഷയിൽ അതിന് അർത്ഥം സാധാരണയായി പറയാറുള്ളത്. രണ്ട് കാലടികൾക്കിടയിലുള്ള എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പ്. ഖുതുവത്ത് ഒരു സ്റ്റെപ്പ്, മറ്റൊരു സ്റ്റെപ്പ്, ഇങ്ങനെയുള്ളതിനാണ് ഖുതുവ എന്ന് പ്രയോഗിക്കുക. അതിൻ്റെ ബഹുവചനമാണ് ഖുതുവാത്ത് അല്ലെങ്കിൽ ഖുതൻ എന്നൊക്കെ രണ്ട് നിലക്കും അതിൻ്റെ ബഹുവചനം പ്രയോഗിക്കപ്പെടാറുണ്ട്. അപ്പം ശൈത്താൻ്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്. ഖുതുവത്ത് എന്ന പ്രയോഗം നമുക്ക് ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും. നമ്മൾ അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ ഓരോ ഖുതുവത്തുകൾ നമ്മൾ വെക്കുമ്പോഴും, അഥവാ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അതിലൂടെ നമ്മുടെ അള്ളാഹുവിനോടുള്ള അടുപ്പം, അതിൻ്റെ ദറജ, ആ പദവി ഉയരുമെന്നും അടുത്ത സ്റ്റെപ്പിലൂടെ ഖുതുവയിലൂടെ അവൻ്റെ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്നൊക്കെയുള്ള ഹദീസുകളിൽ ഖുതുവത്ത് എന്ന് പ്രയോഗിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ശൈത്താൻ്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഖുതുവാത്ത് എന്നുള്ളതിന് പല വിധത്തിൽ നമ്മുടെ മുൻഗാമികളായ ഉലമാക്കൾ അതിന് അർത്ഥവും വ്യാഖ്യാനവും നൽകിയിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ ആസാറഹു, അവൻ്റെ അടയാളങ്ങളെ, അവൻ്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്.
വേറെ ചിലർ അമലഹു, അവൻ്റെ പ്രവർത്തനങ്ങളെ, ശൈത്താൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ പിന്തുടരരുത്. മറ്റു ചില ആളുകൾ പറഞ്ഞത് തുറുഖഹുമുല്ലത്തി യദ്ഉഹും ഇലൈഹ, ഏതെല്ലാം വഴികളിലേക്ക് ചെകുത്താൻ മനുഷ്യനെ വിളിക്കുന്നുണ്ടോ ഒരൊറ്റ വഴികളിലേക്കും നിങ്ങൾ, ആ വഴികളെയൊന്നും നിങ്ങൾ പിൻപറ്റരുത്. ഖാല ഖത്താദ വസുദ്ദി റഹിമഹുമല്ലാഹ്, ഇമാം ഖത്താദയും ഇമാം സുദ്ദിയും അവർ അഭിപ്രായപ്പെട്ടത് കുല്ലു മഅസിയത്തിൻ ലില്ലാഹ്, കുല്ലു മഅസിയത്തിൻ ലില്ലാഹ് ഫഹിയ മിൻ ഖുതുവാത്തി ശൈത്താൻ. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് റബ്ബിന് ഇഷ്ടമില്ലാത്ത ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, ഏതെല്ലാം പാപങ്ങളുണ്ടോ, മുഴുവനും ശൈത്താൻ്റെ ഖുതുവാത്തുകളാണ്, അവൻ്റെ സ്റ്റെപ്പുകളാണ് എന്നാണ് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയത്. ഇബ്നു അത്തിയ റഹിമഹുല്ലാ പറഞ്ഞ അർത്ഥം വകുല്ലു മാ അദസ്സുനനി വശറാഇ മിനൽ ബിദഇ വൽ മആസി ഫഹിയ ഖുതുവാത്തി ശൈത്താൻ. മനുഷ്യർ ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചര്യകളല്ലാത്ത, ഇസ്ലാമികമായ ശരീഅത്തിൽ ഉൾപ്പെടാത്ത നവീനമായ പുതിയ വാദങ്ങളും വിശ്വാസങ്ങളും ബിദ്അത്തുകളും പാപങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന വാക്കാണ് ഖുതുവാത്തു ശൈത്താൻ. മഹാനായ ആധുനിക പണ്ഡിതനായിരുന്ന മുഹമ്മദ് സാലിഹ് ബിൻ ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയുണ്ടായി, കുല്ലു ഷൈഇൻ ഹറമഹുല്ലാഹ് ഫഹുവ മിൻ ഖുതുവാത്തി ശൈത്താൻ. അള്ളാഹു നിഷിദ്ധമാക്കിയ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ഖുതുവാത്ത് ശൈത്താൻ എന്നുള്ളതിൽ ഉൾപ്പെടും. അത് മനുഷ്യൻ അഹങ്കാരത്തോടുകൂടെ ചെയ്യുന്നതായാലും നിഷേധഭാവത്തിൽ ചെയ്യുന്നതാണെങ്കിലും പരിഹാസരൂപേണ ചെയ്യുന്നതാണെങ്കിലും അതല്ലാത്ത മറ്റേത് വിധത്തിൽ ചെയ്യുന്നതാണെങ്കിലും അതൊക്കെയും പൈശാചികമായ ദുർബോധനങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ അവൻ ചെയ്യുന്നത്. അതൊക്കെ പിശാച്ചിൻ്റെ കാലടിപ്പാടുകളെ, സ്റ്റെപ്പുകളെ പിന്തുടരലാണ്. അതുകൊണ്ടത് സൂക്ഷിക്കണം എന്ന്. സഹോദരങ്ങളെ, ഈ അഭിപ്രായങ്ങളെല്ലാം മൊത്തത്തിൽ ഒരേ ദിശയിലേക്കാണ് വെളിച്ചം വീശുന്നത്.